സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ്. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പരിപാടികളാണ് 13 ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല അവലോകന യോഗവും ചേരും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് പൗരപ്രമുഖരുടെ യോഗം ചേരുക. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി അടക്കം നേരിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ വാർഷികാഘോഷ പരിപാടികളിൽ ഉണ്ടാകുന്ന പൊതുജന പങ്കാളിത്തം അത് സർക്കാരിൻ്റെ സ്വീകാര്യതയുടെ തെളിവാണ് എന്നാവർത്തിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഈ ആഘോഷത്തിൻ്റെ നിറം കെടുത്തിക്കൊണ്ടുണ്ടാകുന്ന വിവാദങ്ങൾ, ഈ ദേശീയപാതയിലെ പ്രശ്നമടക്കം. അശ്വിൻ, ദേശീയപാത 66 നിർമ്മാണ പിഴവ് ഉൾപ്പെടെയുള്ള വിവിധ വിവാദങ്ങൾ, നിരവധി വിവാദങ്ങൾ സർക്കാരിനെ വേട്ടയാടുന്നതിനിടെയാണ് സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നത്. രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ തലസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളടക്കം ഇതിലുണ്ട്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ആളുകൾ പങ്കെടുക്കുന്ന യോഗങ്ങളൊക്കെ ഈ വാർഷികാഘോഷ സമാപനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ സാധാരണക്കാരിൽ തുടങ്ങി പ്രമുഖരായ ആളുകൾ വരെ പങ്കെടുക്കുന്ന പല യോഗങ്ങളാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം സർക്കാരിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അതുകൂടി ഇന്ന് കേരളത്തിന് മുന്നിൽ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ, അതിലേറ്റവും പ്രധാനമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ നടപ്പാക്കി എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതുതന്നെ സർക്കാർ എത്ര ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. ഞങ്ങൾ പറഞ്ഞതിൽ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കിയെന്ന ജനങ്ങളോട് പറയാൻ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിക്കുക ഒരുപക്ഷെ ദേശീയപാത 66 തന്നെയായിരിക്കും. ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട വീഡിയോയിലടക്കം തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ദേശീയപാത 66 സംസ്ഥാന സർക്കാർ നടപ്പാക്കും എന്നുള്ളത്. അത് നടപ്പാക്കി, അത് ഏകദേശം ഒരു പൂർണ്ണതയിൽ എത്തിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റിയാസ് തന്നെ പറയുകയും ചെയ്തു. എന്തായാലും അത്തരത്തിൽ വലിയ വിവാദങ്ങൾ സർക്കാരിനെ വേട്ടയാടുന്നതിനിടയ്ക്ക് നടക്കുന്ന ഈ സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങൾ, അതിൻ്റെ സമാപനം വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ഒരു ധൂർത്ത് പരിപാടിയാണെന്ന് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഇതിൻ്റെ സമാപനം, ഈ വാർഷികാഘോഷ പരിപാടികളുടെ സമാപനം ഇന്ന് തലസ്ഥാന നഗരിയിൽ നടക്കുക. എന്തായാലും രാവിലെ 10 മണി മുതൽ വിവിധ പരിപാടികൾ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് വലിയ ആഘോഷപൂർവ്വം തന്നെ നടക്കുകയും ചെയ്യും. റിജിത്ത്, ശരി. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അശ്വിൻ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് സർക്കാർ വയ്ക്കുകയാണ്. സർക്കാർ അത്രത്തോളം ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനൊരു വിലയിരുത്തലായി നമ്മൾ കാണേണ്ടത്. അതിനിടയിലും ഏറ്റവും ശ്രദ്ധേയം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സർക്കാരിനെ ഈ ആഘോഷങ്ങൾക്കിടയിലും തിരിഞ്ഞുകൊത്തുന്നുണ്ട് എന്നതാണ്.